ഹായ്, വെൽക്കം ടു പദ്മിനീസ് കിച്ചൻ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നൊരു നല്ല നാടൻ എള്ളുണ്ടയാണ്. എള്ളിൻ്റെ ഗുണങ്ങൾ നമ്മൾ എത്ര പറഞ്ഞാലും തീരില്ല, അത്രയധികം ഗുണങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ സമയത്ത് നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് വളരെയധികം നല്ലതാണ് എള്ള് കഴിക്കുന്നത്. അതുപോലെ ഒരുപാട് കാൽസ്യം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ എല്ല് സംബന്ധിച്ചിട്ടുള്ള എല്ലാ അസുഖങ്ങൾക്കും, പ്രത്യേകിച്ച് ഓസ്റ്റിയോപൊറോസിസ് പോലുള്ള അസുഖങ്ങൾക്കൊക്കെ വളരെ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാനും അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ഉണ്ടാവാറുള്ള മന്ത്ലി പീരീഡ്സ് റെഗുലർ ആവാനും, പിന്നെ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് പീരീഡ്സ് ആവുന്നതിൻ്റെ കുറച്ച് ദിവസം മുമ്പ് തന്നെ എള്ള് കഴിച്ചു തുടങ്ങിയാൽ ആ സമയത്ത് ഉണ്ടാകുന്ന വയറുവേദന കുറഞ്ഞു കിട്ടുന്നു. ഇതുപോലെയുള്ള ഒരുപാട് ഗുണങ്ങൾ എള്ളിനുണ്ട്. അപ്പോൾ നമുക്ക് അതിന് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഇനി നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എള്ള് 250 ഗ്രാം. ഇത് ക്ലീൻ ചെയ്ത് വരുന്നതാണ്, കല്ലും മണ്ണൊന്നുമില്ല. നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന എള്ളാണെങ്കിൽ മിക്കവാറും കല്ലും മണ്ണും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് കഴുകി അരിച്ച് ഉണക്കിയിട്ട് വേണം നമ്മൾ പൊടിച്ചെടുക്കാനായിട്ട്. ശർക്കര 150 ഗ്രാം. തേങ്ങ ഒരു തേങ്ങയുടെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ കൊത്തിയാണ് എടുത്തിട്ടുള്ളത് എൻ്റെ സൗകര്യത്തിന്. നിങ്ങൾ ഇത് ചിരവി എടുക്കാനാണ് സൗകര്യം എന്നുണ്ടെങ്കിൽ ചിരവി എടുത്താൽ മതി കേട്ടോ. കൊത്തി എടുത്തതുകൊണ്ട് ഇത് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കേണ്ടി വരും. ഇനി നമുക്ക് അടുത്ത പ്രോസസ്സിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ തേങ്ങക്കൊത്തൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര ഉരുക്കാനൊരു പാത്രം അടുപ്പത്ത് വയ്ക്കാം. ഇതിനായി ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരു 1/4 കപ്പ് വെള്ളം ആയാലും മതി കേട്ടോ. ഇനി നമുക്കിത് ചെറിയ തീയിൽ വെച്ചിട്ട് ഉരുക്കിയെടുക്കാം. ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇനി ഇതൊന്ന് തിളക്കട്ടെ. അത് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇപ്പം ഇത് എല്ലാം ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കരയും തേങ്ങയും കൂടി വിളയിച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ ശർക്കര ഉരുക്കിയത് അരിച്ചൊഴിച്ചു കൊടുക്കാം. അരിച്ചൊഴിച്ചില്ലെങ്കിൽ കല്ലും മണ്ണൊക്കെ ഉണ്ടാവും അതിൽ ചിലപ്പോൾ. അരിപ്പ കണ്ണകലം കുറഞ്ഞ അരിപ്പായിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ മണ്ണൊക്കെ അതിലേക്ക് പോരും. ഇത് കണ്ടോ, ഇതിൽ അഴുക്കൊന്നും അധികം കാണുന്നില്ല കേട്ടോ. നല്ല ശർക്കര ആകുമ്പോൾ അങ്ങനെയാണ്. ഇനി നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചെടുക്കാം. ഇനി ഇതൊന്ന് തിളക്കട്ടെ. അത് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. നമ്മൾ ശർക്കര വാങ്ങിക്കുമ്പോൾ നല്ലത് തന്നെ നോക്കി വാങ്ങിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഓർഗാനിക് ആണെങ്കിൽ അത്ര നല്ലത്. സാധാരണ ശർക്കര എന്നൊക്കെ പറയുമ്പോൾ അതിലൊക്കെ ഒരുപാട് കെമിക്കൽ ചേർത്തിട്ടാണ് ഇപ്പോഴത്തെ ശർക്കരകളൊക്കെ വരുന്നത്. ഇപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ചിരണ്ടി എടുത്തതാണെങ്കിൽ ഇങ്ങനെ ക്രഷ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഇളക്കി ഇതൊന്ന് വിളയിച്ചെടുക്കാം. ഇതെന്തിനാ ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ തേങ്ങ പച്ച ഇട്ടാലും മതി. പക്ഷെ പച്ച ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അധികം ദിവസം പുറത്ത് വെച്ചേക്കാൻ പറ്റില്ല. ഇതാവുമ്പോൾ നമുക്ക് തേങ്ങ വിളയിച്ചെടുക്കുമ്പോൾ പിന്നെ അത് കേടാവില്ല പെട്ടെന്ന്. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ഉണ്ടാക്കിയിട്ട്. പണ്ടൊക്കെ വീട്ടിൽ ഉരലിലിട്ട് പച്ച എള്ള് ഉരലിലിട്ട് ഇടിക്കുകയാണ് ചെയ്യാറ്. ഇടിച്ച് അതിലേക്ക് ശർക്കര ചീകിയിട്ടെടുത്ത് അത് ഇടിക്കും. അന്നൊക്കെ ശർക്കരയിലൊന്നും അങ്ങനെ വലിയ മായമൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് തേങ്ങ ചിരണ്ടി ഇട്ട് കൊടുക്കും. അതെല്ലാം കൂടി ഇടിച്ച് വരുമ്പോഴേക്കും അതിൻ്റെ അകത്തുനിന്ന് എള്ള് നിന്ന് നല്ലോണം എണ്ണ ഇങ്ങനെ പുറത്തേക്ക് വരും. അങ്ങനെയാണ് പണ്ട് ചെയ്തിരുന്നത്. പിന്നെ അത് അധികം ദിവസം വെച്ചേക്കാൻ പറ്റില്ല, പച്ചത്തേങ്ങ ആയതുകൊണ്ട്. അതുകൊണ്ടാണ് നമ്മളിത് തേങ്ങയും ശർക്കരയും കൂടി ഇങ്ങനെ ഒന്ന് വിളയിച്ചെടുക്കുന്നത്. അപ്പോൾ പിന്നെ അങ്ങനെ പെട്ടെന്ന് കേടാവില്ല, കുറച്ച് ദിവസം ഇരുന്നോളും. ഇപ്പോൾ നോക്കി, ശർക്കരയും തേങ്ങയും കൂടി വെള്ളമൊക്കെ വറ്റി ഈ പാകത്തിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് എള്ള് പൊടിച്ചെടുക്കാം. അത് ഞാൻ മിക്സിയിലെ ചെറിയ ജാറാണ് എടുക്കുന്നത്. അതിലേക്കിട്ട് കുറേശ്ശെ ഇട്ട് പൊടിച്ചെടുക്കാം. ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇത്രയും തന്നെ പൊടിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. നന്നായിട്ട് പൊടിയുമ്പോൾ നല്ല എണ്ണയൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരും. ഉണ്ട പിടിക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. എള്ളെല്ലാം പൊടിച്ചു കഴിഞ്ഞു. ഇനി ഒരു പാത്രത്തിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള എള്ള് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ വിളയിച്ച് വെച്ചിട്ടുള്ള ശർക്കരയും തേങ്ങയും ചേർത്ത് കൊടുക്കാം.
ഇനി നന്നായിട്ട് ഇത് കൈകൊണ്ട് യോജിപ്പിച്ചു കൊടുക്കണം. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ പിടിക്കുന്നത് എള്ള് നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിത് ഓരോ ഉണ്ടയായിട്ട് പിടിച്ചു വെക്കണം. എള്ള് ഞാനിവിടെ പച്ച തന്നെയാണ് കേട്ടോ പൊടിച്ചെടുക്കുന്നത്. എൻ്റെ അച്ഛൻ പറയാറുണ്ട് എള്ള് വറുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം കുറയുമെന്ന് പറയും. അതുകൊണ്ട് വീട്ടിലൊക്കെ പച്ചയ്ക്ക് തന്നെയാണ് എള്ള് പൊടിക്കാറുള്ളത്. ഞങ്ങൾ വീടിൻ്റെ ഫ്രണ്ടിൽ പണ്ട് പാടം ഉണ്ടായിരുന്നു, അതിൽ എള്ള് കൃഷി ചെയ്യുമായിരുന്നു. ഈ കൊല്ലം കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത കൊല്ലത്തേക്കും എള്ള് വീട്ടിലുണ്ടാവാറുണ്ട്. നല്ല കറുത്ത എള്ളായിരിക്കും. അമ്മയൊക്കെ ഉള്ള കാലത്താണ് അത്. ഇതെല്ലാം കൂടി ഇപ്പം മിക്സ് ആയിട്ടുണ്ട്. ഇനി ഓരോ ഉണ്ടയായിട്ട് ഉരുട്ടി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് വെക്കാം. ഇതുപോലെ ഉണ്ട ഉരുട്ടി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് കേടൊന്നും ആവില്ല. പ്രത്യേകിച്ച് ഈ സമയത്ത് നമ്മുടെ ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവർ കൂടാനൊക്കെ വളരെ നല്ലതാണിത്. അതുപോലെ തന്നെ ഇതിന്റെ ഗുണങ്ങൾ നമ്മൾ പറഞ്ഞാൽ തീരില്ല, അത്രയും ഗുണങ്ങളാണ് എള്ളുണ്ടയ്ക്ക്. ഇതൊരെണ്ണം കഴിച്ചാൽ മതി ഒരു ദിവസം. ഇതുപോലെ തന്നെ നല്ല ടേസ്റ്റ് വന്നിട്ടതിന് ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പൊ നമ്മുടെ എള്ളുണ്ട ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇനി നല്ലൊരു നാടൻ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.